സ്വർണം പൊട്ടിക്കൽ സംഘത്തിലേക്കാണോ അന്വേഷണം നീളുന്നത്? കണ്ണൂർ പിലാത്തറയിലെ കാറിന് പിന്നാലെ പോലീസുണ്ട്. അടിച്ചു തകർത്തിരിക്കുന്ന കാറിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടെന്ന് വ്യക്തം. കവർച്ചയാണോ ലക്ഷ്യമിട്ടത്? വാഹനത്തിലെ രക്തക്കറയും വലിച്ചുവാരിയിട്ട വസ്ത്രങ്ങളും പല സംശയങ്ങളും ബലപ്പെടുത്തുന്നുണ്ട്. വാഹനത്തിന്റെ ഉടമയും കാർ ഉപയോഗിച്ചവരും സ്വർണ്ണ വ്യാപാരവുമായി ബന്ധമുള്ളവരാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് ഈ കുറ്റകൃത്യം നടക്കുന്നത്. മുംബൈയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള തന്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു കുമാർ യശ്വന്ത് നിഗവും കുടുംബവും. ഭാര്യയും 2 മക്കളും ഡ്രൈവറും അയാളോടൊപ്പം ഉണ്ടായിരുന്നു. അതിനിടയിൽ കരിവെള്ളൂരിനും പയ്യന്നൂരിനും ഇടയിൽ വെച്ച് ഒരു സംഘം അവരെ പിന്തുടർന്നെത്തി. കാറിൽ കയറിയ സംഘം ഓരോ ഘട്ടങ്ങളായി ആ വാഹനത്തിലുണ്ടായിരുന്ന കുടുംബത്തെ പലയിടങ്ങളിലായി ഉപേക്ഷിച്ചു. ഏറ്റവും ഒടുവിൽ അവരെത്തിയത് പിലാത്തറയിലെ ആളൊഴിഞ്ഞ മലമ്പ്രദേശത്തിലേക്ക്. വാഹനം അവിടെ എത്തിച്ച് പരിപൂർണമായി വാഹനത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഇളക്കി മാറ്റി പരിശോധനയായിരുന്നു. പരാതി പ്രകാരം 30 പവനോളം സ്വർണമാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടത്. പാരമ്പര്യമായി സ്വർണ്ണ വ്യാപാരം നടത്തിവരുന്നവരാണ് യശ്വന്ത് നിഗത്തിന്റെ കുടുംബക്കാർ. അതുകൊണ്ട് തന്നെ ഒരു സ്വർണം പൊട്ടിക്കലിനുള്ള സാധ്യതയുണ്ടോ എന്ന് കൂടി അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ഫോറൻസിക് സംഘത്തിന്റെയും വിരലടയാള വിദഗ്ധരുടെയും കൂടി അനുമാനങ്ങൾ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും അന്വേഷണം മുന്നോട്ടേക്ക് പോവുക. ഇരുളിന്റെ മറവിൽ ഒരു വ്യാപാരി കുടുംബം ആക്രമിക്കപ്പെട്ടു എന്നാണ് പരാതി. ആളൊഴിഞ്ഞിടത്തിലേക്ക് ആ കുടുംബം സഞ്ചരിച്ച വാഹനം എങ്ങനെ എത്തി? ചോദ്യങ്ങൾ പലവിധമാണ്. ഇനി അന്വേഷണത്തിലൂടെ അതിന്റെയൊക്കെ ചുരുളഴിയണം. വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ കാറ് കാണുന്നത്. അപ്പോൾ അത് തുറന്നു വെച്ച നിലയിലുണ്ടായിന്. അപ്പോൾ ഞാൻ സംശയം തോന്നിയിട്ട് നോക്കിയപ്പോൾ ഡ്രസ്സൊക്കെ പുറത്ത് വലിച്ചിട്ടിട്ടുണ്ടായിന്. അപ്പോൾ നോക്കുമ്പോൾ ഡോറിൻ്റെ സൈഡിലൊക്കെ ബ്ലഡിൻ്റെ സ്റ്റെയിൻ കണ്ടുകൊണ്ട് പിന്നെ കൂടുതൽ ഇതായി. അപ്പോൾ ഞാൻ കോളേജിലത്തെ ആളെ അറിയിച്ച് അങ്ങനെയാണ് പോലീസിലൂടെ എത്തുന്നത്. വിനോദ് മൊറാഴയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.